السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء أما بعد. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم. صدق الله مولانا العلي العظيم. വളരെ അഭിവന്ദരായ ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ഈ മഹത്തായ സംരംഭത്തിൻ്റെ സാരഥികൾ, വിശിഷ്യ എനിക്ക് ശേഷം ഇവിടെ ഇതിൻ്റെ പ്രധാന പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സത്താർ സാഹിബ് പന്തല്ലൂർ അടക്കമുള്ള നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, എടക്കര മേഖല SKSF-ന്റെ ആദർശ സംഗമമാണ് വളരെ പ്രൗഢമായി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമയും സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളും ഷെയ്ഖുന ഇസ്ഹാഖ് ഉസ്താദുമൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഈ വേദിയിൽ മേഖലാ കമ്മിറ്റി എനിക്ക് വ്യക്തിപരമായി നൽകിയ അനുമോദനത്തിന് ഞാൻ അർഹിക്കുന്നതിനേക്കാളേറെ ആ സഹൃദയത്വത്തിന് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ പകരം നൽകി നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന, നിർവചിച്ചു തന്ന അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നും അത് നമ്മോട് പറഞ്ഞു തന്ന അവിടുന്ന് അള്ളാഹുവിൻ്റെ സത്യദൂതനാണെന്നുമുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ് നമ്മുടെ എല്ലാ ആദർശത്തിൻ്റെയും അടിത്തറ. റിസാലത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകുന്ന ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ കഴിയാത്ത നിലയിലുള്ള ദിവ്യബോധനം പല നിലകളിൽ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയപ്പോൾ. എന്തുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തിന് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ അഇമ്മത്ത് പരിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തിയതിൻ്റെ ഒരു മർമ്മം അതായത് കൊണ്ടാണ്. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും മുഖമായിരുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ വിശ്വാസാദർശ സംരക്ഷണ സമര സാരഥ്യത്തിന്റെ രഥം ഉരുണ്ട ഭൂമിയാണ് ഈ അടക്കര. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ കാതലായി കൊണ്ടുവന്നിരുന്ന കാര്യം ഇന്ന് ലഭ്യമായ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴറിയാം. അത് വഹിയും ഖതുമുൻ നുബുവത്തും ആസ്വദിച്ചുകൊണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വഹിയിന് ഇത്ര വലിയ പ്രാധാന്യം മഹാനവറുകൾ അദ്ദേഹത്തിന്റെ ആദർശ വിശദീകരണങ്ങളിൽ നൽകിയത് എന്ന് ഒരുപക്ഷെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കൗതുകം തോന്നും. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ അത് തന്നെയാണ് അതിൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം
ഭൗതിക ലോകത്ത് മതമുള്ളവരും മതമില്ലാത്തവരും മതപരമായ മേഖലയിൽ ജീവിക്കുന്നവരും ജീവിക്കാത്തവരുമെല്ലാം പൊതുവെ ആസ്പദിക്കുന്ന ഒരു തത്വമുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്, അസാധാരണമായ സംഭവങ്ങൾ നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ, അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നുകൂടി ലളിതമായി ഇതിനെ പറയാൻ തുനിഞ്ഞാൽ, ഇന്നലെയോ മെനയാന്നോ വായിക്കാനിടയായ ഒരു ന്യൂസ്, നമുക്കൊക്കെ അറിയാം ടെസ്ലയുടെ മുതലാളി ഇലോൺ മാസ്കിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ആത്മകഥ അമേരിക്കയിലെ ചരിത്രമെഴുത്തുകാരനായ ഓൾട്ടൻ ഏസിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവിടെ അറിയപ്പെട്ട ഒരു ഹിസ്റ്റോറിയനാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി റൈറ്ററാണ്. അദ്ദേഹം എഴുതാൻ തുനിയുന്നു. 2 വർഷം ഈ ഇലോൺ മസ്കിന്റെ കൂടെ ജീവിച്ച കക്ഷിയാണ്. എന്നിട്ട് ഈ ഇലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം അന്യഗ്രഹ ജീവിയാവാനാണ് കൂടുതൽ സാധ്യത. ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യനാവാൻ യാതൊരു യുക്തിപരമായ ന്യായവും കാണുന്നില്ല. കാരണം പഴയകാലത്ത് ലോകത്തെ മുഴുവനും ജയിച്ചടക്കിയ വലിയ വലിയ രാജാക്കന്മാർ, ആ രാജാക്കന്മാർക്ക് സാധിക്കാത്ത കാര്യമാണ് ഈ ഒറ്റ വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നത്. ഏകാധിപതികളായ രാജാക്കന്മാരുടെ കാലത്തിന് ശേഷം ലോകത്തെ മുഴുവനും ജയിച്ചടക്കിയത് സാമ്രാജ്യങ്ങളാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ സാമ്രാജ്യങ്ങൾക്കും സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു. സാമ്രാജ്യങ്ങളുടെ കാലത്തിന് ശേഷം പിന്നീട് കോർപ്പറേറ്റുകളാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നത്. പക്ഷേ കോർപ്പറേറ്റുകൾക്കും വലിയ വലിയ വൻകിട കുത്തക കമ്പനികൾക്കും സാധിക്കാത്തത് ഇദ്ദേഹം സാധിപ്പിച്ചെടുക്കുന്നു. അദ്ദേഹം എന്താണ് സാധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രകീർത്തനം പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്, ഒരു കാര്യം അത് വെച്ചുകൊണ്ട് പറയാനാണ്. അദ്ദേഹം സ്പേസ് എക്സിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ശൂന്യാകാശത്ത് എങ്ങനെയാണ് യാത്ര ചെയ്യാൻ കഴിയുക? ന്യൂറാലിങ്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണ് മാറ്റിയിട്ട് മനുഷ്യനെ സൂപ്പർ ആനിമലാക്കി മാറ്റാൻ കഴിയുക? ഇതൊക്കെയാണ് അദ്ദേഹം ഭാഗികമായിട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് സ്റ്റേജിലെങ്കിലും ജയിപ്പിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു പിടികിട്ടാത്ത നിഗൂഢതയായി അവശേഷിക്കുന്നത് ആ തലങ്ങളിലൊക്കെയാണ്. ഇതൊക്കെ മുൻനിർത്തിയാണ് 2024 സാങ്കേതിക വികാസം അതിശയകരമായ പുരോഗമനം പ്രാപിച്ചു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന ഈ കാലത്തും അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതാൻ തുനിയുമ്പോൾ അക്കാദമികമായി ഹിസ്റ്റോറിസിറ്റി അവകാശപ്പെടുന്ന ഒരു വ്യക്തി തന്നെ പറയുന്നത്, ഇദ്ദേഹം ഭൂമിയിലെ ഒരു മനുഷ്യനാവാൻ സാധ്യതയില്ല, ഇദ്ദേഹം ബഹിരാകാശ ജീവിയാവാനാണ് സാധ്യത. നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സംവാദാത്മകമായ ഒരു വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ അവിടെ ലോകം അംഗീകരിക്കുന്ന ഒരു പൊതു തത്വമാണ് എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഈ ടെസ്ലയുടെ മുതലാളി എക്സ്ട്രാ ഓർഡിനറിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അസാധാരണമായ ഒരു വിശദീകരണം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം അന്യഗ്രഹ ജീവിയാകാം, ഏലിയനാകാം. അദ്ദേഹം സംസാരിക്കുന്നത് ലൂസിഫറുമായിട്ടാണ്, ആന്റിക്രിസ്റ്റുമായിട്ടാണ്, പിശാചുക്കളുമായിട്ടാണ്. അദ്ദേഹത്തിന് ഭൂമിയിലെ മനുഷ്യരല്ല കൂടുതൽ സുഹൃത്തുക്കൾ, മറ്റു പല ലോകത്തുള്ള വേറെ ജീവികളാണ് എന്നൊക്കെയുള്ള നറേറ്റീവ്സ് നമ്മൾ ഈ സംസാരിക്കുന്ന കാലത്തും വ്യാപകമാവുന്നത്. അത് വെച്ചുകൊണ്ട് ആലോചിച്ചു നോക്കൂ, ആടിന്റെ അകട് വലിച്ച് കറന്ന ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊഷരതയിലേക്ക് ജന്മം കൊണ്ട് പിറന്നു വീണ, ഉണക്കച്ചപ്പാത്തിയും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ച, പലപ്പോഴും വീട്ടിൽ 2 കറുപ്പ് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്ന ഈത്തപ്പഴവും പച്ചവെള്ളവും, അങ്ങനെയുള്ള ചുറ്റുപാടിൽ ജീവിച്ച് 23 കൊല്ലം കൊണ്ട് ലോകത്തെ മുഴുവനും അസാധാരണമാം വിധം പരിവർത്തിപ്പിക്കുകയും അതേവരെ അധമമായതിനെ മുഴുവനും ഉത്തമമാക്കുകയും അത്രയും കാലം ഉത്തമമായി വാഴ്ത്തപ്പെട്ട പലതിനെയും അധമമാക്കുകയും ലോകത്തെ മുഴുവനും ഒരു ഏക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്ന തരത്തിലുള്ള
ഒരു ആദർശ സംഹിത കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തെക്ക് മുതൽ വടക്ക് വരെ സ്ഥാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും, അതൊരു എക്സ്ട്രാ ഓർഡിനറിയായ ഒരു ഈവന്റാണ്. അസാധാരണമായ ഒരു സംഭവമാണത്. പ്രവാചകൻ ചെയ്ത യുദ്ധങ്ങളും പങ്കെടുത്ത യുദ്ധങ്ങളും നോക്കിയാൽ സാധാരണ മറ്റുള്ളവരുടെ യുദ്ധചരിത്രത്തിലെ ഒരു ഗോത്രവൈരത്തിന്റെ കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ പോലും പ്രവാചകൻ നടത്തിയ അല്ലെങ്കിൽ പറഞ്ഞയച്ച യുദ്ധത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവാചകൻ 2 ഇഷ്ടിക പോലും പൊളിച്ചിട്ടില്ല. പോരാട്ടത്തിന്റെ പേരിൽ ഒരു ഈത്തപ്പനയുടെ ചെടി പോലും പിഴുതെറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു നബി 7 ഭൂഖണ്ഡങ്ങളിലും പ്രവാചകന്റെ കാലത്തോ തൊട്ടു ശേഷമോ ഈ വെളിച്ചം എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി ഇറ്റ് നീഡ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നാവരുത്. ആ വിശദീകരണം ആകാശവുമായി ബന്ധപ്പെട്ടതാവണം. ആ വിശദീകരണത്തിന്റെ ഉത്തരം വരേണ്ടത് ആരാണ്, എന്താണ് ഈ മനുഷ്യനെ അസാധാരണമായ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ആദർശം നൽകി ബലപ്പെടുത്തിയത് എന്നതിന്റെ ഉത്തരമായി അത് ഭൂമിയിലെ ഒരു സ്രോതസ്സോ കേന്ദ്രമോ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒന്നുമാകാൻ യുക്തിപരമായി യാതൊരു ന്യായവുമില്ല. അതാവേണ്ടത് മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്നാണ്, വഹീ മുഖേനയാണ്. ആ വഹീനെ നമ്മൾ സ്വാഭാവികമായി അംഗീകരിക്കേണ്ടി വന്നാൽ ഭൂമിയിലെ മനുഷ്യന്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന് അവന് വഹീ മുഖേന ദിവ്യ സന്ദേശം കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ സ്വാഭാവികമായി അത് മുഖേന സ്ഥാപിതമാകുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശമാണ്. എന്തുകൊണ്ട്? ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹീ കൊടുക്കാമെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് വഹീയല്ലാത്ത ദിവ്യബോധനവും കൊടുക്കാൻ പറ്റുമെന്നാകണം. ഇൽഹാം കൊടുക്കാൻ പറ്റണം. ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യർക്ക് മുഅ്ജിസത്ത് കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിൽ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് കറാമത്ത് കൊടുക്കാനും അല്ലാഹുവിന് സാധിക്കണം. അതുകൊണ്ടാണ് മഹാരഥരായ ശംസുൽ ഉലമ വഹീ കൊണ്ട് വഹീന്റെ പ്രാധാന്യത്തെ വിശ്വാസത്തിന്റെ സംസ്ഥാപനത്തിന്റെ കാര്യത്തിൽ, പ്രബോധനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവതരിപ്പിക്കുന്നത്. പൊതുവെ നിരീശ്വര നാസ്തിക യുക്തിവാദ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലാണ് എന്റെയൊക്കെ സംസാരങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ എന്നാൽ ചെറിയ ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ശക്തനായ ഉണ്ടാകൽ നിർബന്ധമായ ഒരു സൃഷ്ടാവ് ഉണ്ടാകണം എന്ന് ബോധ്യമാവുകയാണെങ്കിൽ, ദൈവാസ്തിക്യം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ ബഹുദൈവാരാധകനുമാവില്ല. സൃഷ്ടാവിന്റെ ആസ്തിക്യം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബഹുദൈവ ആരാധന നടത്തുന്നവരാണെന്ന് ആക്ഷേപം ഉന്നയിക്കുകയുമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഏകനായ ഒരു സൃഷ്ടാവ് ഉണ്ടാകണമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ, ദൈവാസ്തിക്യം ഒരാൾ അംഗീകരിക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് ഒരിക്കലും ബഹുദൈവാരാധകനാകാനുമാകില്ല. ആ വ്യക്തിക്കൊരിക്കലും ദൈവവിശ്വാസിയായ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബഹുദൈവാരാധകൻ എന്ന് പറയാനും കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം പിറകിൽ ഉണ്ടാകൽ അനിവാര്യമായ ഒരാളെ ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ. തൗഹീദ് സ്ഥാപിതമാവുകയുള്ളൂ, മോണോത്തിസമേ സ്ഥാപിതമാവുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകണം എന്ന് ഒരിക്കലും ഫിലോസഫി കൊണ്ടോ സയൻസ് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ കൊണ്ടോ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഒരുപാടെണ്ണം ആവശ്യമില്ല, ഒന്നേ വേണ്ടതുള്ളൂ. അതിനാണ് നമ്മൾ നെസസറി ബീയിങ് എന്ന് അതിന്റെ ഭാഷയിൽ പറയുന്നത്, അല്ലെങ്കിൽ വാജിബുൽ വുജൂദ് എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ ബഹുദൈവ വിശ്വാസികളായ സഹോദരന്മാർ, അല്ലെങ്കിൽ ഒട്ടനേകം ആളുകളിലോ വ്യക്തികളിലോ വസ്തുക്കളിലോ പ്രതീകങ്ങളിലോ വീതം വെക്കപ്പെട്ട ദിവ്യത്വം ചാർത്തുന്ന ആളുകൾ, ആ വ്യക്തികളുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു.
അതിനെ ആദരിക്കുന്നു. അതേസമയം പ്രപഞ്ചത്തിന്റെ പിറകിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് പലത് വേണോ ഒന്ന് വേണോ എന്ന് ചോദിച്ചാൽ പലതുണ്ടാവേണ്ട ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വാ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അനുഷ്ഠിക്കുന്നത് പോലെ ഇസ്ലാമിനെ ഈമാനിനെ വിശ്വസിക്കുകയും ഇസ്ലാമിനെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സൂഫി മദ്ഹബ് സുന്നി സമൂഹമാണുള്ളത്. അതിന്റെ ഒരു പരിച്ഛേദമാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ നേരത്തെ പറഞ്ഞു, വഹിയാണ് എല്ലാത്തിന്റെയും ആധാരം. വാസ്തവത്തിൽ നേരത്തെ ഇവിടെ സയ്യിദുൽ ഉലമ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയാദർശങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമെന്ന്. അത് എത്ര വലിയൊരു പ്രസ്താവനയാണത്, എത്ര വലിയൊരു ആശയമാണ് അതിനുള്ളത്. അള്ളാഹു ഭൂമിയിലെ മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വഹിയിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദർശനത്തെ അതിന്റെ തന്മയത്വത്തോടുകൂടെ തനിമയോടുകൂടെ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തം പണ്ഡിതോചിതമായി നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ വേറെ ഒരു ഭാഷ മഹത്തായ സമസ്ത വഹിയിന്റെ മൗലികതയെ, വഹിയിന്റെ തന്മയത്വത്തെ കാത്തു സംരക്ഷിക്കുന്ന പ്രസ്ഥാനം എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ സുന്നി സമൂഹം ആചരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിലോ കാഴ്ചപ്പാടിലോ ഷിർക്കുണ്ട് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ബാത്തു ശരീക് ലില്ലാഹി തആല ഫിൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അല്ല ഫിൽ ഉലൂഹിയ്യത്തി വ ഖസാഇസിഹാ. ഉണ്ടാകൽ അനിവാര്യമായ അല്ലാഹുവിനോട് അവൻ ആരാധനക്ക് അർഹനാവുക എന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ഉണ്ടാകൽ അനിവാര്യമാണ് എന്ന വിഷയത്തിൽ ഏതെങ്കിലും മറ്റൊന്നിനെ സ്ഥാപിക്കുന്നതിനാണ് ബഹുദൈവതം അല്ലെങ്കിൽ ബഹുദൈവത്വം ഷിർക്ക് എന്ന് പറയുന്നത്. കോടാനുകോടി സുന്നികളുടെ വിശ്വാസം എന്താ? എന്തിനാണ് നമ്മൾ താത്വികമായി സംസാരിക്കുന്നത്? എന്റെ വിശ്വാസം എന്താ, നിങ്ങളുടെ വിശ്വാസം എന്താ, നമ്മുടെ വിശ്വാസം എന്താ? ഉണ്ടാകൽ അനിവാര്യമായിട്ട് ഒന്നേ പാടുള്ളൂ, നെസസറി ബീയിങ് ഒന്നേ ഉണ്ടാവേണ്ടതുള്ളൂ. ഷിർക്കിന്റെ ചർച്ച അവിടെ തീർന്നു. വാസ്തവത്തിൽ നമ്മൾ ആചരിച്ചു വരുന്ന കാര്യങ്ങളിൽ ഷിർക്കുണ്ട് ഇല്ലേ എന്നുള്ളത് കൂടുതൽ സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. പലപ്പോഴും കൗതുകം തോന്നാറുണ്ട്, ഷിർക്കിന്റെ കാര്യത്തിലും തൗഹീദിന്റെ കാര്യത്തിലും എന്തിനാണ് ഇത്ര വലിയ വാഗ്വാദങ്ങൾ, ഇത്ര വലിയ ചർച്ചകൾ എന്നൊക്കെ. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളും സ്വാഭാവികമായി അള്ളാഹുവിന്റെ വുജൂദിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ അതേപോലെ മറ്റൊരാളുണ്ട്, മറ്റൊരു ശക്തിയുണ്ട് എന്ന് സ്വാഭാവികമായി വിശ്വസിക്കില്ല. പിന്നെ അവിടെ വരുന്ന സംശയം ഏതാ? പിന്നെ അവിടെ വരുന്ന സംശയം ഈ നിർവചനത്തെ മാറ്റിക്കൊണ്ടുള്ള വേറൊരു നിർവചനമാണ്. തൗഹീദും ശിർക്കും ഞാൻ പറയുന്നതിന്റെ താല്പര്യം വാസ്തവത്തിൽ അത് ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ വേറൊരു പുറമായതുകൊണ്ടാണ്. ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് തൗഹീദും ശിർക്കും. ഷിർക്കിന്റെ നിർവചനം ഇതാണ്, ഇസ്ബാത്തു ശരീക് ലില്ലാഹി തആല ഫിൽ ഉലൂഹിയ്യത്തി അല്ലെങ്കിൽ ഫിൽ ഉലൂഹിയ്യത്തി വ വുജൂബിൽ വുജൂദ്. അതിനെ മാറ്റിയിട്ട് ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അള്ളാഹുവിനോട് തുല്യമായ വേറെ ആരെയെങ്കിലും സ്ഥാപിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് എന്ന് ലളിതമായി അല്ലെങ്കിൽ ഒരേകദേശ ധാരണ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇവിടെയുള്ള സുന്നി സമൂഹം ഒരിക്കലും നമ്മൾ അള്ളാഹു നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് ദിവ്യബോധനം എന്ന പോലെ അത് സ്ഥാപിക്കാൻ അമാനുഷിക സംഭവമായ മുഅ്ജിസത്ത് എന്ന പോലെ വേറെ ആളുകൾക്ക്, വ്യക്തികൾക്ക് അള്ളാഹു കരുതുന്നത് പോലെയുള്ള അളവിലുള്ള കഴിവോ കാര്യമോ അസാധാരണമാം വിധം ഉണ്ടാവുന്നതിൽ അപാകതയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ഇവരെ തുല്യപ്പെടുത്തി അള്ളാഹുവിൽ കാണേണ്ട കാര്യം ഇവരിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗൗരവമായ പ്രശ്നമല്ലേ ഉള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ നോക്കൂ. വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി റഊഫുർ റഹീം. നിങ്ങളുടെ വിശ്വാസം അല്ലാഹു ഒരിക്കലും പാഴാക്കില്ല. കാരണം ആളുകളോട് അല്ലാഹു റഊഫുർ റഹീം, കൃപാലുവാണ്, കരുണാവാരിധിയാണ്.
ഇവിടെ റഊഫും റഹീം എന്ന് അല്ലാഹു തന്നെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ? ലഖദ് ജാഅകും മിൻ അൻഫുസികും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്താ വ്യത്യാസം? അല്ലാഹുവിന്റെ ആ സിഫത്തുകൾ, റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത്, റഅഫത്ത് എന്ന് പറയുന്ന സിഫത്ത്, ആ വിശേഷണം അത് അല്ലാഹുവിന്റെ മൗലികമായ വിശേഷണമാണ്. അല്ലാഹുവിന് സ്വയം അത് ഉള്ളതാണ്. അല്ലാഹു എന്ന് പറയുന്നത്, അല്ലാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഹുവ സയ്യിദുൽ മസ്മൂദു ഇലൈഹി ഫിൽ ഹവായിജ് വമുസ്തഗനിൻ ഫീ ബിദ്ദാത്ത് വമാ സിവാഹു മുഹ്താജുൻ ഇലൈഹി മിൻ ജമീഇ ജിഹാത്തിഹി. അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ നിർവചനം? ഇതല്ലേ നമ്മൾ വിശ്വസിക്കുന്ന നിർവചനം? ഹുവൽ മസ്മൂദു ഇലൈഹി ഹുവ സയ്യിദുൽ മസ്മൂദു ഇലൈഹി ഫിൽ ഹവായിജ്. മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്ന സകല ആവശ്യങ്ങളിലും മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്ന മസ്മൂദായ സയ്യിദാണ് അല്ലാഹു. ആ അല്ലാഹു അൽ മുസ്തഗനി ബിദ്ദാത്ത്, മറ്റുള്ളവരിലേക്ക് ഒരു വിഷയത്തിലും സ്വത്തപരമായി ആശ്രയിക്കേണ്ടതില്ലാത്ത സ്വയം പര്യാപ്തവാനുമാണ്. വമാ സിവാഹു, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം മുഹ്താജുൻ ഇലൈഹി മിൻ ജമീഇ ജിഹാത്തിഹി. ഏത് രൂപേണ നോക്കുകയാണെങ്കിലും അല്ലാഹുവിനെ ആവശ്യമുള്ള, അല്ലാഹുവിനെ ആവശ്യപ്പെടുന്ന അസ്തിത്വങ്ങളുമാണ്. ഇതാണ് അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം. എന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കണം കാരുണ്യബോധം, പ്രവാചകന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കണം നൈർമല്യബോധം എന്ന് വന്നു. ഇവിടെ നമ്മൾ ഒരിക്കലും അല്ലാഹുവിനെയും പ്രവാചകനെയും സമീകരിക്കുന്നില്ല. ധാരാളം അതേപോലെ ഭൗതികമായ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ അർത്ഥത്തിൽ വരുന്ന ഒട്ടനേകം സംഭവങ്ങൾ കാണാം. ആരാണ് സൃഷ്ടാവ്? ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലാഹു. നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ഈ അസ്ഥിപഞ്ചരങ്ങളെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുക എന്നവർ ചോദിച്ചാൽ എന്തേ ഖുർആൻ പറഞ്ഞത്? ആരാണോ ആദ്യം അതിനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത് ആ അല്ലാഹുവാണ് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞേക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, രോഗം വന്നാൽ ആരാണ് ശിഫയാക്കുക, ശമനം കൊണ്ടുവരിക? ഫൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അല്ലാഹുവാണ് എന്റെ രോഗം മാറ്റിത്തരുന്നവൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. സൃഷ്ടാവ് അല്ലാഹുവാണ്, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് രഹസ്യവും പരസ്യവും അറിയുന്നവൻ. പക്ഷേ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമായിരിക്കെ അതേ വിശുദ്ധ ഖുർആനിൽ ഖലീമുല്ലാഹി, അതേ വിശുദ്ധ ഖുർആനിൽ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് പോയിട്ട് എന്തേ പറയുന്നത്? അന്നീ ഖദ് ജിഅതുകും ബിആയത്തിൻ മിർ റബ്ബികും, ഞാൻ അല്ലാഹുവിന്റെ അരികിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തവുമായി വരികയാണ്. എന്താണ് ദൃഷ്ടാന്തം എന്നല്ലേ? അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി ബിസൂറത്തി ത്വയ്ർ ബിഹൈഅത്തി ത്വയ്ർ, ഞാൻ ചെളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും. ഫഅൻഫുഖു ഫീഹി റൂഹ്, ഞാനതിൽ എന്നിട്ട് ആത്മാവിനെ യൂതും. ആ സമയത്ത് ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെ അതൊരു പറവയായി മാറും. ആരാണ് അവിടെ സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ ആരാണ് ആത്മാവിനെ ഊതുന്നത്? ഒരു ഭാഗത്ത് പറയുന്നു അല്ലാഹുവാണ് സൃഷ്ടാവ്. ഇവിടെ ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഞാൻ ഊതേണ്ട താമസം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അത് പറവയായി പറക്കും. വീണ്ടും ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഫഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖറുന ഫീ ബുയൂതികും, നിങ്ങൾ എന്താണ് കഴിച്ചു വന്ന ഭക്ഷണമെന്ന് ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ എന്താണ് സൂക്ഷിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. രഹസ്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇവിടെ ഈസാ അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഇന്നി, അതിനു മുമ്പുണ്ട്, ഇന്നി ഉപരിഉൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗത, ഞാൻ നിങ്ങളുടെ രോഗികളായ ആളുകളെ അവരുടെ രോഗം ഞാൻ മാറ്റിക്കൊടുക്കും, മരിച്ച മൃതദേഹത്തെ ഞാൻ ജീവിപ്പിക്കും. ഇതൊക്കെ അല്ലാഹുവിനാണ് ആ അധികാരമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഈസാ അലൈഹിസ്സലാം അത് പറയുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ അർത്ഥം എന്താ? ഇത് വിശദീകരിക്കേണ്ട കാര്യമേ അല്ല.
അല്ലാഹു ഈസാ അലൈഹിസ്സലാമിന് അതിനുള്ള കഴിവ് നൽകുന്നു. ഈസാ അലൈഹിസ്സലാം അത് ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന് ഈസാ അലൈഹിസ്സലാമിന് ആ കഴിവ് നൽകാമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കഴിവ് നൽകാമെങ്കിൽ, മനുഷ്യരിൽ അവന് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ കഴിവ് നൽകാമെങ്കിൽ, ചിലർക്ക് നൽകാം, ചിലർക്ക് നൽകാൻ അല്ലാഹുവിന് താല്പര്യമില്ല എന്ന് അല്ലാഹുവിന്റെ പേരിൽ നമുക്ക് പറയാൻ കഴിയുമോ? അല്ലാഹു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നിടത്താണ് വാസ്തവത്തിൽ ദൈവനിഷേധമുണ്ടായത് എങ്കിൽ, അല്ലാഹു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതൊരു സ്റ്റാൻഡാണല്ലോ. ശ്രീനാരായണ ഗുരു മൂലക്കുരു പിടിച്ച് മരണപ്പെട്ടു എന്നൊക്കെ ഒരു കഥയുണ്ട്. അല്ല, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നും ചിലർ പറയുന്നുണ്ട്. അതിന്റെ ചരിത്രം നമ്മൾ പറയണ്ട. ആ സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കാത്ത എന്റെ ദൈവത്തെ വേദനിപ്പിക്കാതെ മരിപ്പിക്കണമേ. പക്ഷേ അയ്യപ്പന്റെ കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഗുരു ഈ രോഗം പിടിപെട്ട് തന്നെയാണ് വേദനയോടുകൂടെ മരണപ്പെട്ടു പോയത്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, എന്റെ ഗുരുവിനെ വേദനിപ്പിക്കാതെ മരിപ്പിക്കാത്ത ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, ആ ദൈവം നമുക്ക് വേണ്ട. അങ്ങനെയാണ് കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം, ചരിത്രപരമായ നാസ്തികതയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദത്തിന് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ യുക്തിവാദമുണ്ടായത്. പ്രശ്നം എന്തേ? അവിടെ ആലോചിച്ച് നോക്കൂ. അയ്യപ്പൻ പറയുന്നത് പോലെ ദൈവം കേട്ടില്ല എന്നതാ പ്രശ്നം. സൃഷ്ടികൾ കരുതുന്നത് പോലെ സൃഷ്ടാവ് കരുതാത്തതിന്റെ പേരിൽ സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ഒരു യുക്തി വിചാരം. അതിന്റെ വേറൊരു വശമല്ലേ നമ്മൾ ഈ പറയുന്ന ഈ ഭാഗം. മുഹിയുദ്ദീൻ ഷെയ്ഖിന് അല്ലാഹു പ്രത്യേകം കഴിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബദരീങ്ങൾക്ക് അല്ലാഹു പ്രത്യേകം കഴിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹുവിന്റെ കാര്യത്തിൽ തീർപ്പ് പറയാൻ കഴിയാത്ത നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുന്നത്? എന്തും ആർക്കും എങ്ങനെയും കൊടുക്കാൻ അന്നൽ ഖുവത ലില്ലാഹി ജമിയ സാധിക്കും. വായ സംസാരിക്കുന്ന പോലെ കൈ സംസാരിക്കും. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നത് പോലെ കാലുകൊണ്ട് പിടിക്കാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് പോലെ കാത് കൊണ്ട് കാണാൻ പറ്റും. ഇതല്ലേ നമ്മുടെ വിശ്വാസം. ബിഇദ്നില്ല. കണ്ണിന്റെ ഉള്ളിൽ കാണാനുള്ള സിദ്ധി ഇത്ര കൊല്ലത്തേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് ആ പവർ കണ്ണിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അദ്ദേഹം നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ അകത്തുണ്ടാവില്ലല്ലോ. സ്വാഭാവികമായി ഒരു കാര്യം കൂടി ഞാൻ ദീർഘിപ്പിക്കുകയല്ല. കാലം എത്ര മുന്നോട്ട് പോയാലും, ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും ഇസ്ലാം മാത്രമല്ല സ്ഥാപിതമാവുക, പരിശുദ്ധമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയാദർശം കൂടിയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു 10-15 കൊല്ലം മുമ്പ് വരെ മരണവും അനന്തര ജീവിതവും എന്ന് പറയുന്ന ഒരു വിഷയം മതപ്രഭാഷണത്തിന്റെ വാളിന്റെ വേദിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ കാലത്ത് മരണവും അനന്തര ജീവിതവും എന്ന് പറയുന്ന, അല്ലെങ്കിൽ മരണസംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വരുന്നത്, ലെക്ചറിങ് വരുന്നത് മതപ്രഭാഷണത്തിന്റെ മതരംഗത്ത് നിന്നല്ല, ശാസ്ത്രത്തിന്റെ രംഗത്ത് നിന്നാണ്. തെനാട്ടോളജി എന്നാണ് ആ വിഭാഗത്തിന്റെ പേര് തന്നെ, മരണസംബന്ധ ശാസ്ത്രം. ആ തെനാട്ടോളജി മുന്നോട്ട് വെക്കുന്ന നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള രംഗം അഭിമുഖീകരിക്കുന്ന മനുഷ്യന്മാർ, എന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ, ആ ആളുകളിൽ നിന്ന് ശാസ്ത്രലോകം അവരുടെ അനുഭവം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്രശാഖയെ ഡെവലപ്പ് ചെയ്തു. തെനാട്ടോളജി. നൂറുകണക്കിന് പുസ്തകം ഇറങ്ങുന്നു. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം സയൻസ് ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് ഇസ്ലാം സ്ഥാപിക്കുകയല്ല, ദീൻ സ്ഥാപിക്കുകയല്ല. പക്ഷേ കാലം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഈ പരമ്പരാഗതമായ വാദങ്ങളിൽ വെള്ളം ചേർക്കണം, മൃദുലപ്പെടുത്തണം, അയവ് വരുത്തണം, അല്ലെങ്കിൽ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന അപകർഷത ആരെയെങ്കിലും ബാധിച്ചുവെങ്കിൽ സയൻസ് അങ്ങനെയല്ല എന്ന് ലളിതമായി വിനയാന്വിതമായി തിരുത്തി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത്. ആ തെനാട്ടോളജി പറയുന്നത് മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരിൽ 4% മാത്രമാണ് ജീവനുള്ള മനുഷ്യന്മാർ.
96% മനുഷ്യരും നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യരാണ്. ഏതാണ് പുസ്തകം? എവിഡൻസ് ഓഫ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഒന്നല്ല, ഈ ഞാനിപ്പോ പറഞ്ഞ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, 13 മില്യൺ പുസ്തകമാണ് അത് വിറ്റഴിഞ്ഞിട്ടുള്ളത്. 13 മില്യൺ പുസ്തകം. അതേ ആശയത്തിൽ വരുന്ന ലൈഫ് ആഫ്റ്റർ ലൈഫ്, മൈ ഡീസന്റ് ടു ദ ഡെത്ത്, യൂറോപ്പിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ പറയുന്നത്, അതിന്റെ PDF ഒക്കെ എവിടെയും ലഭ്യമാണ്, എന്റെ കയ്യിലുമുണ്ട്. അത്ഭുതപ്പെട്ടു പോകും അതിൽ പറയുന്ന പരാമർശങ്ങൾ. ക്ലിനിക്കലി ഡെഡായ കൊമാറ്റോ സ്റ്റേജിലുള്ള മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതിയ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാ. എന്നിട്ട് അവര് പറയുന്നു, ഞങ്ങൾ കണ്ടവരിൽ മരിക്കുമ്പോ ആരൊക്കെ ഉണ്ടാകും അടുത്ത്, ആ സന്ദർഭത്തിലുള്ളവരെ അനുഭവിച്ചിട്ട് പിന്നെ മരിക്കാതെ തിരിച്ചു വന്നു. അതുണ്ടാകുമല്ലോ. നമ്മൾ മരിക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞ് അല്ലെ 2 ആഴ്ച കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവര് നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കും. നമ്മൾ അവരെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കേസ് നമുക്കും ഉണ്ടാകും. 4% മാത്രമാണ് ജീവനുള്ള ആളുകൾ. 96% ആളുകളും നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളാണ്. ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെന്റേഴ്സ്, മരണപ്പെട്ടു പോയ വല്യപ്പമാർ, വല്യമ്മമാർ, ഗുരുക്കന്മാർ, മെന്റേഴ്സ് എന്ന് പറഞ്ഞ ആത്മീക ആചാര്യന്മാർ, ഇവരൊക്കെയാണ് വരുന്നത് എന്ന് അന്ധന്മാർക്കിടയിൽ നടത്തിയ ഒരു സർവേ അതിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ നിറം കാണാത്ത, ആകൃതി കാണാത്ത അന്ധന്മാർ. ആ അന്ധന്മാര് പറയുകയാണ്, അവരിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റകൾ പറയുകയാണ്, ഞങ്ങൾക്കും അനുഭവമുണ്ടായി. ലൂസിഡ്, സോളിഡ്, ഓർഗനൈസ്ഡ്, ലൈറ്റ്സ്, സൗണ്ട്സ്, വൈബ്രേറ്റ്സ്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഉറച്ച, അവിതർക്കിതമായ, കൃത്യമായി തെളിവുള്ള ശബ്ദങ്ങൾ കേട്ടു, പ്രകാശം കണ്ടു, പലതും ഞങ്ങൾ അനുഭവിച്ചു. മരണത്തെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താ? സയ്യിദുൽ ഉലമ അവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, മൺമറഞ്ഞ ആളുകൾ ഒന്ന് സഹായിക്കാനാണ്. ജീവിതത്തിലെ ഭൗതികമായ താല്പര്യമല്ല ഇവിടെ ഉള്ളത്. മരണപ്പെടുന്ന സന്ദർഭത്തിൽ മശായിഖന്മാരെ സഹായിക്കാനാണ് എന്നുള്ള ഒരു വാദം പൊതുസമൂഹം സ്വീകരിക്കില്ല എന്നുള്ളതാണെങ്കിൽ, ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നു, മരണപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഭൗതിക ലോകത്ത് കാണാത്തത് കാണും. നിങ്ങളുടെ സമീപത്തേക്ക് പലരും വരും. നേരത്തെ മരണപ്പെട്ടു പോയവരാണ് കൂടുതൽ വരുന്നത്. 96%. ആ ശതമാനത്തിന്റെ അക്കത്തിന്റെ അക്യുറസി അല്ല നമ്മുടെ വിഷയം. വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറഞ്ഞ, അതിന്റെ അനുഭവ തലത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സൂക്തം ചിന്തോദ്ദീപകമാണ്. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്രയും കാലം അശ്രദ്ധയിലായിരുന്നുവല്ലോ മോനെ നീ. മരിക്കുന്ന മനുഷ്യനോട് മലക്ക് പറയുകയാണ്, ഫകശഫ്നാ അൻക ഗിതാഅക്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നാം ആ മൂടുപടം ഉയർത്തേണ്ട താമസം. ഫബസറുക്കൽ യൗമ ഹദീദ്, നിന്റെ കാഴ്ചകൾക്ക് ഇപ്പോ ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ കണ്ണിന്റെ മുമ്പിൽ ഒരു മറയുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. ആ മറ ഉയർത്തിയാൽ ഭൗതികമായ ലോകത്ത് നമ്മുടെ കാഴ്ചയിൽ ആ മരിക്കുന്ന വ്യക്തി കട്ടിലാണ്, മുറിയിലാണ്, വീട്ടിലാണ്, ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊള്ളയിൽ വെന്റിലേഷൻ ട്യൂബ് ഉണ്ട്, അദ്ദേഹം മിണ്ടുന്നില്ല. പക്ഷെ ഖുർആൻ പറയുകയാണ്, ഫബസറുക്കൽ യൗമ ഹദീദ്, നീ അസ്രായിലിനെ കാണുകയാണല്ലോ, നീ സ്വർഗം കാണുകയാണല്ലോ, നീ നരകം കാണുകയാണല്ലോ, നീ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളതും കാണുകയാണല്ലോ. ഇത് ഖുർആനാണ്. ഇപ്പൊ മരിക്കുന്ന വ്യക്തിക്ക് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണെങ്കിൽ, ആ കാഴ്ച ആ മരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ഏതൊരു അല്ലാഹു ആണോ, ആ അല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെന്ന് വിചാരിച്ചാൽ ഈ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? അതല്ലേ അതിന്റെ ലോജിക്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ നമ്മളെ മലക്കുകളെ കാണുമെങ്കിൽ, മരിക്കാൻ കിടക്കുമ്പോ ഭൂമിക്കപ്പുറം കാണുമെങ്കിൽ, ഇത് വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, ആ മരിക്കുന്ന നേരത്ത് ഇതൊക്കെ കാണിച്ചു തരാൻ ശക്തിയുള്ള അല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പും വേണമെങ്കിൽ കാണിക്കാൻ പറ്റില്ലേ? അതുകൊണ്ടല്ലേ പ്രവാചക തിരുമേനി 1500 കൊല്ലത്തിന് ശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യം മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ച് പ്രവചിച്ചത്? ഭാവി കണ്ടത് കൊണ്ടല്ലേ. മശാരിക്കുൽ അർളി വ മഗാരിബ് മുഴുവനും കാണാൻ പ്രവാചകന് കഴിഞ്ഞു. ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. ഈ വിശ്വാസമാണ് ദൈവാസ്തിക്ക് മുഖേന സ്ഥാപിതമാകുന്ന ഇസ്ലാം.
ഈ വിശ്വാസമാണ് പ്രവാചകന്റെ റിസാലത്ത് മുഖേന സ്ഥാപിതമാകുന്ന ഇസ്ലാം. എന്തെങ്കിലും ഇസ്ലാം അല്ല. അതുകൊണ്ട് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന വിശ്വാസാദർശം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായ ബോധ്യമുള്ള, എക്കാലവും പറയാൻ പറ്റുന്ന, കാലാനുസരണം പൊതുബോധത്തിനനുസരിച്ചുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു മതമാണ്. നാം വെള്ളം ചേർക്കാൻ മെനക്കെട്ടാലോ എവിടെ എത്തും? ഇത് ഭൗതികവാദികളെ, പൊതുബോധത്തെ ഒരു പരിധിക്കപ്പുറം സംതൃപ്തിപ്പെടുത്താൻ തുനിഞ്ഞാൽ വ്യക്തിപരമായ സൗഹൃദമാവാം, ആശയപരമായ സൗഹൃദമാവാം, സംവാദമാകാം. അതേസമയം ഈ ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചാലോ യൂറോപ്യൻ ഭൗതികവാദികളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വഹീനെ ചില ആളുകൾ ഭൗതികമായി വ്യാഖ്യാനിച്ചത്. ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് മലക്കൊന്നും വരുന്നുണ്ടെന്ന് പറയണ്ട, അത് യൂറോപ്യന്മാര് സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. വഹി എന്ന് പറഞ്ഞാൽ അറഫ ബിഅന്നഹു വിജ്ദാനുൻ യജിദുഹു ശഖ്സു മിൻ ദാഖിലിഹി മഅൽ യഖീനി ബിഅന്നഹു മിനല്ലാഹി തആല കൽ അത്ശി വൽ ജൂ. അങ്ങനെ ഇവിടെ വ്യാഖ്യാനം വന്നില്ലേ? മുഹമ്മദ് അബ്ദുവിന്റെ താരീഫാണ്. അറഫ ബിഅന്നഹു, വഹി എന്ന് പറഞ്ഞാൽ വിജ്ദാനുൻ, ഒരു എക്സ്പീരിയൻസ് ആണ്. യജിദുഹു ശഖ്സു മിൻ ദാഖിലിഹി, മനസ്സാ തോന്നുന്ന ഒരു അനുഭവം. പക്ഷേ മഅൽ യഖീൻ, ഒരു ഉറപ്പുണ്ടാകണം. അന്നഹു മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന്. എന്നിട്ട് ഉദാഹരിക്കുന്നതോ കൽ അത്ശി വൽ ജൂ, ദാഹം പോലെ, വിശപ്പ് പോലെ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും പോലെയാണ് എന്ന് ഒരു മനുഷ്യന് വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താ? വഹീനെ അപമാനിക്കലല്ല, ഇസ്ലാമിനെ ഇല്ലാതാക്കലല്ല ലക്ഷ്യം. ഭൗതികമായ അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ആ പാറ്റേണിലുള്ള ഇസ്ലാമിന്റെ മോഡേണൈസേഷൻ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം റീതിങ്കിങ് വന്നു, ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് വന്നു, നിയമങ്ങൾ മാറ്റണം, ഹദീസ് നിഷേധം വന്നു. ഹുബ്സ് ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺപിശാജ് പെൺപിശാജ് എന്നൊക്കെ പറഞ്ഞാൽ സമൂഹം സ്വീകരിക്കില്ല. അതുകൊണ്ട് ബാക്ടീരിയ എന്ന് പറയാം, വൈറസ് എന്ന് പറയാം. അബാബിയിൽ പറവകൾ എന്നാൽ അത് നരകത്തിൽ നിന്നുള്ള തീക്കണലും പക്ഷിയുമാണെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം സ്വീകരിക്കില്ല. അതുകൊണ്ട് ചിക്കൻ പോക്സ് ആണെന്ന് പറയാം. താടി വെക്കണമെന്നുള്ള ഒരു നിയമം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് സർക്കാർ ജോലികളിൽ പ്രയാസമാണ്. അതുകൊണ്ട് പ്രവാചകൻ താടി വെച്ചതിന്റെ ന്യായം അറേബ്യയിൽ ക്ഷുരകക്കത്തിയും ക്ഷുരകക്കടയും കുറവായതിന്റെ പേരിലായിരുന്നു. സൂപ്പർമാക്സ് ബ്ലേഡ് ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു. ഉള്ള കാലത്ത് താടി വെക്കേണ്ടതില്ല. ഇങ്ങനെ ഇസ്ലാമിനെ കുളിപ്പിച്ച് കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആർഗ്യുമെന്റുകൾ ഒരു ഭാഗത്ത് വരുമ്പോ വാസ്തവത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ നിലപാടിന്റെ ഒരു കൃത്യതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം, നമുക്കൊരു ബഹുമാനം കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ മൻഹജാണ്, ഈ രീതിയാണ് കേരളത്തിൽ ഇസ്ലാമിനെ ഇത്ര കാലം എത്തിച്ചത്. ഈ ഒരു ഭാഗം കൂടി ഞാൻ പലതും ആ ഭാഗം ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മാറ്റിവെച്ച് ഒഴിവാക്കി. സത്താർ സാഹിബിയുടെ പ്രസംഗിക്കാൻ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം പറയട്ടെ. കേരളത്തിലെ ഇസ്ലാമിന്റെ ഈ തനതായ രൂപം ഇവിടെ ഉണ്ടാക്കിയതാരാ? ഇവിടെ ഉണ്ടാക്കിയത് സൂഫികളാണ്. ഇവിടെ എന്നല്ല, എവിടെയും ഉണ്ടാക്കിയത് സൂഫികളാണ്. യുദ്ധം കൊണ്ട് ഒരു നാട്ടിലും ഇസ്ലാം യുദ്ധം കൊണ്ട് അതിന്റെ വഴിവെട്ടുകയോ അവിടെ നിലനിർത്തുകയോ ചെയ്തിട്ടില്ല. സംവാദം കൊണ്ടും ചോദ്യോത്തരങ്ങളെ കൊണ്ടും ഖണ്ഡന മണ്ഡലങ്ങളെ കൊണ്ടും ഒരു ഭൂമികയിലും ഇസ്ലാം ഉണ്ടായിട്ടില്ല. അതൊക്കെ പ്രതിരോധത്തിന്റെ മാധ്യമങ്ങളായി ഉപയോഗപ്പെടുത്തപ്പെടേണ്ടത് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇന്നുണ്ടാകുന്ന പുതിയ പള്ളികളെ മാറ്റി നിർത്തിയിട്ട് ഒരു 100, 150 വേണ്ട 75, 50 കൊല്ലം പഴക്കമുള്ള പള്ളികളുടെ പേരുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേരുകൾ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നായിരിക്കും. എന്താ കാരണം? ഗൾഫൂമിന് ശേഷമുണ്ടായ പള്ളികൾ മാറ്റിവെക്ക്. പരമ്പരാഗതമായ അവിഭക്ത മഹല്ല് പള്ളികൾ എന്ന് പറയുന്ന പള്ളികളുണ്ടല്ലോ, കേന്ദ്ര പള്ളികൾ, ഖബർസ്ഥാനുള്ള പള്ളികൾ, ആ പള്ളികളുടെ പേരുകൾ ആകെ നമ്മൾ ധവളപത്രം പുറത്തിറക്കിയിട്ട് കനേഷുമാരി കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പള്ളികളുടെ പേരുകൾ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്നായിരിക്കും. എന്തുകൊണ്ട് ആ പേരുണ്ടായത്? ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, ഇന്ന്
നമ്മൾ വിഭാവനം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്പസ്വല്പം മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ, കൂടുതൽ വരാതിരിക്കട്ടെ, പക്ഷേ അത് അനുഭവിച്ച ഒരു കാലം മലബാറിൽ ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ കീഴിൽ നിന്ന് മലബാർ മാറിയിട്ട് സ്വല്പകാലം ടിപ്പുവിന്റെ കീഴിൽ, പിന്നീട് മൈസൂർ ആക്ടിന്റെ പേരിൽ, ഉടമ്പടിയുടെ പേരിൽ മലബാറിന് മുഴുവനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ആ കാലം, 1700കളുടെ അവസാനം 1800കളുടെ തുടക്കം, മലബാർ കലാപത്തിന്റെ പ്രക്ഷുബ്ധമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ ടിപ്പുവിനോടുള്ള കറുകൊണ്ട്, ടിപ്പുവിനെ സപ്പോർട്ട് ചെയ്ത ഇവിടെയുള്ള അടിസ്ഥാന മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്, അല്ലെങ്കിൽ ഇല്ലീഗലായ ഒരു നിയമവീഴ്ചയുടെ വാഴ്ചയായിരുന്നു മുസ്ലിങ്ങൾക്ക് പുതിയതായി പള്ളി കെട്ടാൻ സ്വാതന്ത്ര്യം കൊടുക്കരുത്, മുസ്ലിങ്ങൾ മരണപ്പെട്ടാൽ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുക്കരുത്. ആ കാലഘട്ടത്തിൽ ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ പള്ളികളുണ്ടായി മലബാറിന്റെ പല ഭാഗത്തും. കോഴിമുട്ട അട്ടിക്ക് വെച്ച് വിറ്റതും കാരണ കൂട്ടിവെച്ചതും അരി കൂട്ടിവെച്ച് വിറ്റതും കൊണ്ട് ശേഖരിച്ചുണ്ടാക്കിയ അടിസ്ഥാന പള്ളികൾ, ആ പള്ളികൾ പരിപാലിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ, അവിടെ ആരാധനകൾ ചെയ്യാൻ ദ്രവീഡിയൻ സമുദായത്തിൽ നിന്ന്, പിന്നോക്കക്കാരിൽ നിന്ന്, ഇവിടെയുള്ള അടിസ്ഥാനപരമായ ഹരിജന വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ അകത്തേക്ക് വന്ന് അന്നത്തെ പുതുമുസ്ലിങ്ങളായ സമൂഹത്തിന് പേടിയായി, ബേജാറായി. പള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് 5 നേരം പള്ളിയിൽ പോവുക? എങ്ങനെയാണ് അവിടെ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുക? ഇവിടെ ബ്രിട്ടീഷുകാരുണ്ട്, പോലീസുണ്ട്, പീരങ്കിയുണ്ട്, ഇവിടെ നിയമം അതിനെതിരാണ്. അന്ന് അക്കാലഘട്ടത്തിലുള്ള സൂഫി പണ്ഡിതന്മാർ, അക്കാലഘട്ടത്തിലെ സൂഫി പണ്ഡിതന്മാർ, അവർക്ക് അവരുടെ പള്ളികളിൽ ആദ്യമായി ചെയ്ത പ്രതിരോധത്തിന്റെ മാർഗം, നിങ്ങൾ പള്ളികൾക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേര് നിർദ്ദേശിക്കൂ, പേരിടൂ എന്നുള്ളതാണ്. കേരളത്തിന്റെ ചരിത്രം അതാ. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പള്ളികൾക്ക് പേരിട്ടാൽ അതിന് ഒരു പ്രതിരോധാത്മകത സ്വയം വരും, അത് സംരക്ഷിക്കപ്പെടും, അതിനെ തകർക്കാൻ അവർ ഭയപ്പെടും. അനുഭവമുണ്ടായപ്പോ കേരളത്തിലെ പള്ളികൾ ഭൂരിഭാഗവും മുഹിയുദ്ദീൻ പള്ളികളായി. റാത്തീബുണ്ടായി, ഹദ്ദാദ് ഉണ്ടായി. തുടർകാലങ്ങളിൽ വെള്ളിയാഴ്ച രാവുകളിൽ, തിങ്കളാഴ്ച രാവുകളിൽ, പ്രതിമാസം തോറും ചെല്ലലായി, വെറുതായി, ഓത്തായി, ബൈത്തായി, ദിക്റായി, റാത്തീബായി ഒരു ഓത്തുമാലയുടെ ഒരു ഫോക്ലോർ കൾച്ചറുകളിലൂടെ മനോഹരമായ ഒരു കലാത്മകമായ ഇസ്ലാമിലൂടെ മലബാറിന്റെ ഇസ്ലാം വികസിക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാം പുല്ലുമേഞ്ഞ പള്ളിയെ ഓലമേഞ്ഞ പള്ളിയാക്കിയത്, ഓലമേഞ്ഞ പള്ളിയെ ഓടുമേഞ്ഞ പള്ളിയാക്കിയത്, ഓടുമേഞ്ഞ പള്ളിയെ ഗൾഫ് ഭൂമിന് ശേഷം കോൺക്രീറ്റ് പള്ളിയാക്കിയത്, പിന്നെ 2 പള്ളിയാക്കിയത്, പല പള്ളിയാക്കിയത്, കോംപ്ലക്സുകളാക്കിയത്, സ്ഥാപനങ്ങളാക്കിയത്, സമുദായമാക്കിയത്, പലതുമാക്കിയത്. തുടക്കം ഈ ഓത്തുവൈത്ത് പള്ളിയായിരുന്നു, മുഹിയുദ്ദീൻ പള്ളികളായിരുന്നു. ഇവിടെ മലബാർ കലാപത്തിന്റെ കാലത്ത് കോഴിക്കോട്ട് നിന്നും ഇവിടെ തിരൂരങ്ങാടിയിലെ ആലി മുസ്ലിയാരെ സഹായിക്കാൻ വേണ്ടി കോഴിക്കോട്ടെ പോരാളികൾ പോയ കഥ മലബാർ മാനുവലിലുണ്ടല്ലോ. എന്താണ്? വെസ്റ്റ് ഹിൽ മലയിൽ മമ്മുവിന്റെ വീട്ടിൽ നിന്ന് കുത്തുബിയെ തോതിയിട്ട് പുകയുന്ന സാമ്പ്രാണി ചുരുളുകൾക്കിടയിൽ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടി ധണധണാരവം പുഴക്കി പോരാട്ട വീര്യം ആവാഹിച്ചിട്ടാണ് മലബാറിലെ പോരാളികൾ തിരുരങ്ങാടിയിൽ പള്ളിയിലേക്ക് പോയത്. ദേദീയധാര ആ കാലഘട്ടത്തിന്റെ ഒരു സംസ്കാരമായിരുന്നു, ദേശീയത. തിരുവനന്തപുരം പാറശാല മുതൽ അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് ഭീമാപ്പള്ളി വരെയുള്ള കേരള ഇസ്ലാമിന്റെ തറവാടുകൾ പരിശോധിച്ചാൽ അവിടെ മുഴുവനും മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങളില്ലേ? സാംസ്കാരികമായി ആലോചിച്ച് നോക്കൂ, ചരിത്രപരമായി ആലോചിച്ച് നോക്കൂ. ആ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു ചെറിയ ആലോചന. ഞാൻ ഈ പറഞ്ഞ പാറശാല മുതൽ ഭീമാപ്പള്ളി വരെയുള്ള 100 കണക്കിന് ദർഗകളിലുള്ള മഹാത്മാക്കളുടെ പേരുകൾ നമുക്കറിയുമോ? അറിയില്ല. മഹാത്മാക്കളുടെ പേരുകൾ അറിയില്ല, അധിക പേരുടേതും അറിയില്ല. പക്ഷേ ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് അറിയാത്തത്? ആ വ്യക്തികൾ അറിയപ്പെട്ടത് വ്യക്തികളുടെ പേരിലല്ല, നാടിന്റെ പേരില. മമ്പുറം മക്കാം എന്നേ പറയാറുള്ളൂ, അവിടെയുള്ള മഹാത്മാവിന്റെ പേര് പറയാറില്ല. പൊന്നാനിയായാലും ഭീമാപ്പള്ളിയായാലും പാറശാലയായാലും ഏത് നാടായാലും അവിടെയുള്ള മഹാത്മാക്കളെ പേര് പറയുന്നതിന് പകരം ആ നാടിന്റെ പേര് അവരെ പേരാകുമാറ് അവർ ഈ നാടിന്റെ ശബ്ദമായി. മതജാതി ഭേദമന്യേ വയനാട്ടിൽ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ പോയാൽ
ചില ബസ്സുകൾക്ക് പേര് കാണാം ബാവലി. ഒരു നാടിന്റെ പേരാണ് ഇന്ന് ബാവലി. വാസ്തവത്തിൽ ബാബ അലി എന്ന് പറയുന്ന മഹാത്മാവിന്റെ നാടിലേക്കുള്ള ബോർഡാണത്. ആ വ്യക്തിയുടെ പേര് അപ്രസക്തമായി നാടിന്റെ പേരായി. ചുരത്തിലൊരു നാടുണ്ട്, പക്രന്തളം. അവിടെ ഒരു ദർഗയുണ്ട്, അതിനകത്തൊരു മഹാത്മാവുണ്ട്, ഫഖ്റുദ്ദീൻ. പണ്ട് കാട്ടാനിയുള്ള കാലത്ത് ഫഖ്റുദ്ദീന്റെ തളത്തിൽ പോയി അഭയം തേടിയാൽ രക്ഷപ്പെടുമെന്നായിരുന്നു അനുഭവം. പിന്നീട് ആ നാടിന് ഫക്രന്തളം, പിന്നീട് പക്രന്തളം. നാടിന്റെ പേര്, വ്യക്തിയുടെ പേര് ഒന്നാകുമാർ. അതിലല്ലേ ജന്യുനായ ദേശീയ ബോധമുള്ളത്? അതിലല്ലേ മായം ചേരാത്ത മനുഷ്യ സൗഹൃദമുള്ളത്? ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യലായി കൊണ്ടുവെക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ വിശ്വാസധാരയുടെ, ആദർശധാരയുടെ ഒരു രീതി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായ സൗഹൃദങ്ങളല്ല. യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യദഉ ലിസ്സാമിരി എന്ന് ഫത്വ കൊടുക്കാൻ കഴിഞ്ഞു മുഹിയുദ്ദീൻ മാല എഴുതിയ ഖാലി മുഹമ്മദിന്. സാമൂതിരിക്ക് വേണ്ടി ദുആ ചെയ്യൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധ ബാധ്യതയാണ്. യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യദഉ ലിസ്സാമിരി. കാരണം വസ്സാമിരിയു മഅ കുഫ്രിഹി ലിദീനിനാ ഹറബഹും വബസലൽ ഖദാഇന. അവിടെ എവിടെയാണ് ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളത്? അതുകൊണ്ട് ഈ ഓത്തിന്റെ, ബൈത്തിന്റെ, ഈ മലയാളത്തെ പാകപ്പെടുത്തിയ ഈ സംസ്കാരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഈ ആധ്യാത്മികമായ വഴികളാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്കിന്റെ വഴികളാണ്, സ്നേഹത്തിന്റെ വഴികളാണ്. പക്ഷേ ഈ സ്നേഹത്തിന്റെയും ഇഷ്കിന്റെയും വഴികളെ അതിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അതിനെയും മറ്റു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മതേതര സൂഫിസം, സർവമത സത്യവാദം ഒക്കെ നമുക്കിടയിലേക്ക് നിരീശ്വരവാദം പോലെ, യുക്തിവാദം പോലെ, ഭൗതികവാദം പോലെ വേറെ രൂപത്തിൽ കടന്നു വരുമ്പോ എനിക്ക് തോന്നുന്നു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയം ഈ പറയുന്ന മതേതര സൂഫിസമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള സർവമത സത്യവാദത്തിന്റെ മുസ്ലിം വേഷൻസോ ആയിരിക്കും. 2-3 ദിവസം മുമ്പ്, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, വ്യക്തിപരമായ വൈരനിര്യാതനം നമ്മുടെ ആദർശത്തിന്റെ ഭാഗവുമല്ല, ആശയം മാത്രമാണ് നമുക്ക് വിഷയം. അറിയപ്പെട്ട ഒരു സഹോദരൻ, ഡെസിഗ്നേഷനുള്ള ഒരു പബ്ലിക് ഫിഗർ സൗഹൃദത്തിന്റെ ഭാഗമായി എനിക്കൊരു ആയത്ത് അയച്ചു തന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമല സ്വാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അദ്ദേഹം കോപ്പി പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളല്ല. എന്നിട്ട് ചോദിച്ചു, എന്നെ അദ്ദേഹം വിളിക്കുന്ന ഒരു പേരുണ്ട്, കുറച്ചു കാലമായി ബന്ധമുള്ളതിന്റെ പേരിൽ. ഈ ആയത്തിന്റെ താല്പര്യം ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഏത് മതമായാലും, ഏത് വിശ്വാസമായാലും അടിസ്ഥാനപരമായ ഒരു സർവേശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, പാരത്രിക ജീവിതവുമുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അതത് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്നും വരികയാണെങ്കിൽ പരലോകത്തിൽ പേടിക്കേണ്ടി വരില്ല. അവനാണ് അള്ളാഹുവിന്റെ അരികെ ഭക്തൻ എന്നീ വചനത്തിന് താല്പര്യമുണ്ടോ? നോക്കുമ്പോ കാലങ്ങളായി ആ ആർഗ്യുമെന്റ് ഇവിടെ ഉണ്ട്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് മതമായാലും, ഏത് വിശ്വാസമായാലും രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിച്ചാൽ മതി എത്ര. അവരെ ആക്ഷേപിക്കുകയല്ല ഒരർത്ഥത്തിലും. പക്ഷെ ഇവരെല്ലാം സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന, വിമോചനത്തെക്കുറിച്ച് പ്രത്യയശാസ്ത്രം, വിപ്ലവ ഗാനങ്ങൾ രചിക്കുന്ന ആളുകളാ. പക്ഷേ ആയത്തിന്റെ അർത്ഥം എന്താ? ഇന്നല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഹാദു, യഹൂദ സമൂഹം, വന്നസാറ, ക്രൈസ്തവ സമൂഹം, വസ്സാബിഈന, സബൂർ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സൗരാഷ്ട്ര മതക്കാർ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സ്വതന്ത്ര ചിന്തകർ എന്ന് വരെ പറയാം. ഇങ്ങനെ ഭൂമുഖത്തുള്ള വ്യത്യസ്തമായ ആളുകൾ ആരായാലും ശരി, പരലോകത്തിൽ അവർക്ക് രക്ഷ നേടണമെങ്കിലുള്ള ആത്യന്തികമായ മാനദണ്ഡം മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിക്കണം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന ആളെയും സ്വാഭാവികമായി അതിന്റെ ചുവട്ടിൽ വന്നു. അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തുന്നില്ലല്ലോ. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കണം. വഅമല സ്വാലിഹാ, ശർഇന്റെ നിയമങ്ങൾ പാലിക്കുകയും വേണം. വഅമല സ്വാലിഹൻ എന്നുള്ളതിനാണ് രാഷ്ട്രത്തിന്റെ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ മതി എന്ന ദുർവ്യാഖ്യാനം ഉണ്ടാകുന്നത്.
അങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോ ഈമാൻ പരമപ്രധാനപ്പെട്ടതാണ്. അതിന് കാവൽ നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. നേതൃത്വം അതാണ് ചെയ്യുന്നത്, ഉലമാ അതാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രതിരോധത്തിന്റെ, ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു തണൽ, ഒരു കരുതൽ നമുക്കില്ലാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്ഥാപനങ്ങളല്ല, സംവിധാനങ്ങളല്ല, സംഘടനയല്ല, നമ്മളെ തന്നെയാണ്, പരലോകമാണ് എന്ന് മനസ്സിലാലമീൻ. നമ്മൾ പറഞ്ഞത് കേട്ടത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നിങ്ങൾ കരുതിയതിനേക്കാളും സ്വല്പസമയം ദീർഘിച്ചു പോയെങ്കിൽ അഫ്വൻ, സത്താർക്കയോടും അഫ്വൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മക്കൾ ആദർശം പറയും, അവർക്കൂർജം ശൈഖുനാ ശംസുൽ ഉലമയാണ്. അവരുടെ നേതൃത്വം സയ്യിദുൽ ഉലമയാണ്. അഹ്ലുൽ ബിദ്അയോട് കോംപ്രമൈസ് ആകാൻ അഹ്ലുസുന്നക്ക് സാധ്യമല്ല. ആത്മീയ വടിയിൽ ആദർശ